ഒരു വീട്ടിലെ രണ്ട് കോമാളികൾ ഒരേ സമയം പാർലമെന്റിൽ എത്തിയതിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജിതിൻ കെ ജേക്കബിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും വിവരിക്കാത്ത ചില വസ്തുതകളാണ് ജിതിൻ തുറന്നെഴുതിയിരിക്കുന്നത്. രാഹുലിനും പ്രിയങ്കക്കും ഈ പ്രസംഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സോറോസ് അങ്കിൾ ആണെങ്കിലും മാമൻ മാത്യു ആണെങ്കിലും ഒരു കാര്യമേ പറയാനുള്ളൂ എന്നാണ് ജിതിൻ പറയുന്നത്. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട് കേട്ടോ. ഒരേ സമയം രണ്ടുപേരെ കോമാളികളാക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഇനിയിപ്പോൾ സോറോസ് അങ്കിളും മാമൻ മാത്യുവും BJPയുടെ ചാരന്മാരോ മറ്റോ ആണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്തെന്ന് നോക്കാം. അതിങ്ങനെയാണ്: പ്രിയങ്ക വദ്രയുടെ പാർലമെന്റിലെ ആദ്യ പ്രസംഗം കഴിഞ്ഞതോടെ രാഹുൽ യുഗം അസ്തമിച്ചോ എന്ന് കരുതി ലോകമെമ്പാടുമുള്ള ട്രോളന്മാരും കാർട്ടൂണിസ്റ്റുകളും, എന്തിനു പറയുന്നു രാഹുൽജിയുടെ പ്രസംഗം കേട്ട് തലതല്ലിച്ചിരിക്കുന്ന പാർലമെന്റ് അംഗങ്ങളും വരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. രാഹുൽ തന്റെ കോമാളിപ്പട്ടം ഇന്നലത്തെ പാർലമെന്റിലെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് പ്രിയങ്കയിൽ നിന്ന് തിരിച്ചു പിടിച്ചു. ഇത്രയും പറഞ്ഞ് ജിതിൻ രാഹുലിന്റെ പ്രസംഗത്തിലെ ചില വാചകങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. 6-7 വയസ്സു മാത്രം പ്രായമുള്ള യുവാവ്. ദ്രോണാചാര്യൻ ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ചു മാറ്റി. തപസ്യ എന്നാൽ ശരീരത്തിൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. ഇതൊക്കെയായിരുന്നു രാഹുൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ഭീമമായ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ആനമണ്ടത്തരങ്ങൾ. ഒരു വീട്ടിലെ രണ്ട് കോമാളികൾ ഒരേ സമയം പാർലമെന്റിൽ എന്നാണ് ജിതിൻ തുടർന്നെഴുതുന്നത്. രസകരമായ കാര്യം, ഇത്രയും മണ്ടത്തരം പറഞ്ഞിട്ടും അത് കേട്ട് പ്രതിപക്ഷ MP-മാർ ഉൾപ്പെടെ പാർലമെന്റിൽ ആർത്തു ചിരിച്ചിട്ടും താൻ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അയാൾക്കില്ലാതെ പോയി. ഇന്നലെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കേട്ടിട്ട് പ്രിയങ്ക വാദ്ര പറഞ്ഞത് തനിക്കൊന്നും മനസ്സിലായില്ല, ബോറായിരുന്നു എന്നായിരുന്നു. എങ്ങനെ മനസ്സിലാകാനാണ്? അതിന് മിനിമം ചരിത്രബോധമെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ജിതിൻ. സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് ആണ് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് എന്നുപോലും അറിയാതെ ഹിമാചൽ പ്രദേശ് സർക്കാരിനെ പാർലമെന്റിലെ പ്രസംഗത്തിൽ ചീത്ത വിളിച്ച ആ മഹതിക്ക് ചരിത്രബോധം ഉണ്ടാകുമെന്ന് കരുതുക വയ്യല്ലോ. രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും മാറ്റിവെച്ചാൽ BJPയിൽ നടക്കുന്ന വലിയൊരു മാറ്റത്തിന് കൂടിയാണ് പാർലമെന്റ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തലമുറ മാറ്റം. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് BJP വൻ വിജയം നേടിയത് രണ്ടാം നിര നേതാക്കളുടെ കരുത്തിലായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് മലയാളികൾക്ക് BJPയുടെ കരുത്തരായ രണ്ടാം നിര, മൂന്നാം നിര നേതാക്കളെ കുറിച്ച് ഒന്നും അറിയില്ല എന്നതാണ് സത്യം. മോദി ഇല്ലെങ്കിൽ BJP വട്ടപൂജ്യമാണെന്ന് പറഞ്ഞവരുടെ കണ്ണു തള്ളിച്ച വിജയമാണ് ഹരിയാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് BJPക്കുണ്ടായത്. ഇപ്പോൾ പാർലമെന്റിലേക്ക് നോക്കൂ. രാഹുലിന്റെയും പ്രിയങ്കയുടെയും മണ്ടത്തരങ്ങളും വിവരക്കേടുകളും പൊളിച്ചെടുക്കുന്നത് പുതുതായി പാർലമെന്റിലെത്തിയ BJPയുടെ യുവ MP-മാരാണ്. BJPയുടെ മുതിർന്ന പാർലമെന്റ് അംഗങ്ങൾ രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രസംഗങ്ങൾ കേട്ട് തലതല്ലി ചിരിക്കുന്നത് മാത്രമേയുള്ളൂ. മറുപടി പറഞ്ഞ് രാഹുലിനെ നാറ്റിക്കുന്നത് യുവ BJP MP-മാരാണ്. എത്ര ബുദ്ധിപരമായിട്ടാണ് BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് നോക്കൂ. കൃത്യമായി രണ്ടാം നിര, മൂന്നാം നിര നേതാക്കളെ വളർത്തിയെടുക്കുന്നു. അവർക്ക് അവസരങ്ങൾ നൽകുന്നു. അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക വദ്രയെയും പൊളിച്ചെടുക്കുന്ന യുവ MP-മാരുടെ വീഡിയോകൾ എല്ലാം കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നുമുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക വദ്രയുടെയും പ്രസംഗങ്ങളിലേക്ക് തിരികെ വന്നാൽ, ഈ പ്രസംഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സോറോസ് അങ്കിൾ ആണെങ്കിലും മാമൻ മാത്യു ആണെങ്കിലും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: എല്ലാറ്റിനും ഒരു പരിധിയുണ്ട് കേട്ടോ. ഒരേ സമയം രണ്ടുപേരെ കോമാളികളാക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ നിങ്ങൾക്കെങ്ങനെ മനസ്സ് വരുന്നു? ഇനിയിപ്പോൾ സോറോസ് അങ്കിളും മാമൻ മാത്യുവും BJPയുടെ ചാരന്മാരോ മറ്റോ ആണോ? ഇങ്ങനെയാണ് ജിതിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്.